പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റമദാനിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരു പക്ഷേ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനം ഇന്ന് ആവാം. പലരും ചോദിച്ചു, ഉസ്താദെ എന്നാണ് 2026-ലാണല്ലോ നമ്മളുള്ളത്, ഈ 2026-ലെ ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ എന്നാണ്? ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ എന്നാണ് ഉസ്താദെ? വരുന്ന ആഴ്ച ഏത് ദിവസമാണ്? വ്യാഴാഴ്ചയാണോ, വെള്ളിയാഴ്ചയാണോ, ശനിയാഴ്ചയാണോ? കറക്റ്റ് എന്നായിരിക്കും പെരുന്നാളെന്ന് പലരും ചോദിച്ചു. അതിൻ്റെ കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നുണ്ട്, കേട്ടു നോക്കുക. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ഇന്ന് നമുക്ക് ഒരു ചെറിയ സൂറത്ത് ഓതിയാൽ വിശുദ്ധ ഖുർആനിലെ 6666 ആയത്തുകളിൽ നിന്നും 1000 ആയത്ത് ഓതിയ പ്രതിഫലം നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു കുഞ്ഞു സൂറത്ത് ഓതിയാൽ മതി. ഏതാണ് ആ സൂറത്ത്? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് വിശ്വാസികളൊക്കെ ഇന്ന് പള്ളിയിൽ ജുമാക്ക് വേണ്ടി വരുന്ന എല്ലാവരും അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് നിറഞ്ഞ കണ്ണുകളോടെയായിരിക്കും, വിതുമ്പുന്ന ചുണ്ടുകളോടെയായിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസം ഖത്തീബുമാർ, ഉസ്താദുമാർ അവർ മിമ്പറുകളിൽ നിന്നും റമളാനിന് സലാം പറയുകയാണ്, റമളാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ പോകുന്ന പുരുഷന്മാർക്ക് എങ്ങനെയാണ് ഉസ്താദുമാർ സലാം പറയുന്നതെന്നറിയാം. അപ്പോൾ അത് കേൾക്കാത്ത, അതറിയില്ലാത്ത ഉമ്മമാരുണ്ടാകും. എങ്ങനെയാണ് ഈ റമളാനിന് സലാം പറഞ്ഞ് യാത്രയാക്കുക എന്ന്. അത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണ് റമളാനിന് സലാം പറയുക എന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും ഈ റമളാൻ മാസം അനുകൂലമാക്കി തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനം വരെ കാണാൻ ആരും മറക്കണ്ട, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. വിശുദ്ധ റമളാൻ, ഈ വിശുദ്ധ റമളാനിൻ്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ച, അതായത് 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് വിശുദ്ധമായ റമളാനിൻ്റെ 23ാമത്തെ ദിവസമാണ്. ഇന്ന് 4ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. ഇനി വരുന്ന വ്യാഴാഴ്ച, ഈ അടുത്ത വ്യാഴാഴ്ച വിശുദ്ധമായ റമളാൻ 29 അടുത്ത വ്യാഴാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ വെള്ളിയാഴ്ച ശവ്വാൽ 1, അതായത് ചെറിയ പെരുന്നാളാണ്. അടുത്ത വ്യാഴാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ, പിറ കണ്ടില്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വിശുദ്ധമായ റമളാൻ 30 പൂർത്തിയാക്കും. എന്നിട്ട് ശനിയാഴ്ച പെരുന്നാളായിരിക്കും. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച മഗ്രിബോട് കൂടി നമുക്കറിയാൻ പറ്റും എന്നാണ് പെരുന്നാൾ. പെരുന്നാൾ വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ? ഇന്നത്തെ ദിവസം, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഖത്തീബുമാർ, ഉസ്താദുമാർ അവർ മിമ്പറുകളിൽ നിന്നും വിശുദ്ധമായ റമളാനിന് സലാം പറയും. വിശുദ്ധ റമളാനിന് സലാം പറയുകയാണ്. കാരണം ഇനി അടുത്ത വെള്ളിയാഴ്ച ചിലപ്പോൾ നിലാവ് കാണാൻ സാധ്യതയുണ്ട്, വ്യാഴാഴ്ച മഗ്രിബോടുകൂടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. സ്വാഭാവികമായി ഞാനൊന്ന് പറയട്ടെ, ഇവിടെ പലരും ഒക്കെ ചോദിച്ചു, ഉസ്താദേ വെള്ളിയാഴ്ച പെരുന്നാളായാൽ ജുമാ നിസ്കാരം നിർബന്ധമുണ്ടോന്ന്? ജുമാ നിസ്കാരം നിർബന്ധമാണ്. അടുത്ത വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച എന്നല്ല, ഏത് വെള്ളിയാഴ്ച ഏത് പെരുന്നാൾ വന്നാലും ജുമാ നിസ്കാരം നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, ജുമാ നിസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് രണ്ടിനും പള്ളിയിൽ പുരുഷന്മാർ പോവണം. ആ കാര്യം മറന്നു പോകാൻ പാടില്ല. സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ അൽഹംദുലില്ലാ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. വിശുദ്ധമായ റമളാനിന്റെ 4ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. ഇന്ന് റമളാൻ 23. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം കിട്ടുന്ന, സ്വർഗ്ഗപ്രവേശനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഈ റമളാനിന്റെ 3ാമത്തെ 10 പറയുന്ന ആ ദിക്റുകൾ നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين.
اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني الحمد لله ഈ ദുആ നമ്മൾ മറന്നു പോകരുത് കേട്ടോ. റമദാനിന്റെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും എപ്പോഴും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു തആല നമ്മുടെ ദുആയും ദിക്റൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ റമദാനിൽ അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മളൊക്കെ ഖത്തം 25 ജുസായി കാണും പലരും, അല്ലെങ്കിൽ 30 ജുസ് തീർന്നു കാണും, രണ്ടാമത്തെ ഖത്തം ഇപ്പോൾ പകുതിയായി കാണും. എങ്ങനെയും ആവട്ടെ, വിശുദ്ധമായ ഖുർആനിലെ ചില സൂറത്തുകൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്ത് യാസീൻ. നല്ല നിയത്തോടുകൂടി സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല 10 ഖത്തം തീർത്ത പ്രതിഫലം കൊടുക്കുമെന്നാണ്. 10 പ്രാവശ്യം ഖുർആൻ മുഴുവനും ഓതിയതിന് തുല്യമായ പ്രതിഫലം അല്ലാഹു കൊടുക്കും. ഇനി ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്നാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് അത് 4 വട്ടം ഓതിയാൽ അല്ലാഹു തആല ഒരു ഖത്തം ഓതിയ പ്രതിഫലം കൊടുക്കുമെന്നാണ്. റുബുഉൽ ഖുർആൻ എന്നാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തിന് പറയപ്പെടുന്നത്. അതുപോലെ സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ സൂറത്ത് 4 വട്ടം ഓതിയാൽ അത് റുബുഉൽ ഖുർആൻ ആണ്. 4 വട്ടം ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തു തകാസുർ എന്നാണ്. ഈ തകാസുർ സൂറത്ത് ഓതിയാൽ അല്ലാഹു തആല ഖുർആനിൽ നിന്നും 1000 ആയത്ത് അവൻ പാരായണം ചെയ്തതിന് തുല്യമായ പ്രതിഫലം കൊടുക്കുമെന്നാണ്. വളരെ സിമ്പിളായ ഒരു സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. 7-8 ആയത്തേ ഉള്ളൂ. പക്ഷേ ഇത് ഓതിക്കഴിഞ്ഞാൽ ഖുർആനിലെ 1000 ആയത്ത് ഓതിയതിന് തുല്യമായ പ്രതിഫലം കിട്ടുമെന്നാണ്. അൽഹംദുലില്ലാഹ്, ഈ ഓഫർ ആരും മിസ്സാക്കരുതേ. ഇന്ന് തന്നെ സൂറത്ത് തകാസുർ നമ്മൾ ഓതാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല ഈ സൂറത്തുകൾ, ഇതുപോലുള്ള സൂറത്തുകൾ, ആയത്തുകളൊക്കെ ഓതിയാൽ എന്തെല്ലാം പ്രതിഫലം കിട്ടുമോ അത് മുഴുവനും കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിന്റെ 4ാമത്തെ, ഒരുപക്ഷേ അവസാനത്തെ ആവാം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉപ്പമാരും വേഗത്തിൽ പള്ളിയിലേക്ക് പോകണം. എത്ര നേരത്തെ പള്ളിയിൽ പോകാൻ പറ്റുമോ അത്ര നേരത്തെ പള്ളിയിലേക്ക് പോകണം കേട്ടോ. അതോടൊപ്പം തന്നെ ഉമ്മമാര്, പ്രത്യേകമായി ഭർത്താക്കന്മാര്, വീട്ടിലുള്ളവരെ നേരത്തെ, മക്കളെ ആണെങ്കിൽ മക്കൾക്കൊക്കെ ഇപ്പോൾ പരീക്ഷകൾ ചിലർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുമാവട്ടെ, നേരത്തെ നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് അയക്കുക ജുമാക്ക് വേണ്ടി. എന്നിട്ട് മരണപ്പെട്ടവർക്ക് സിയാറത്ത് ചെയ്യാൻ പറയണം. നമ്മൾ ഉമ്മമാർ വീട്ടിലിരുന്നിട്ട് യാസീൻ ഓതിയിട്ട് വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ഭർത്താവ്, മക്കൾ ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യണം. അല്ലാഹുവേ, ഞാൻ ഓതിയ സൂറത്ത് യാസീന്റെ പ്രതിഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണം, നമ്മൾ ദുആ രക്കണം. അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ് ഓതുക, സ്വലാത്തുകൾ ധാരാളമായി അധികരിപ്പിക്കുക. പഠിച്ചവനെ, ഇത് അവസാനത്തെ റമദാൻ ആക്കല്ലേ അല്ലാ, അടുത്ത റമദാനും ഇതുപോലുള്ള ഇനി ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനുള്ള തൗഫീഖ് തരണേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യാൻ മറന്നു പോകണ്ട. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് മിക്ക പള്ളികളിലും ഖത്തീബുമാര്, ഉസ്താദുമാര് അവരുടെ ഖുതുബകളിലും അവരുടെ പ്രസംഗങ്ങളിലുമൊക്കെ വിശുദ്ധമായ റമദാനിന് സലാം പറയുകയാണ്. കാരണം അടുത്ത വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പിന്നെ വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ റമദാനിന് ഒരു സലാം പറഞ്ഞ് യാത്രയാക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് അവർ ഇന്ന് സലാം പറയും. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച റമദാൻ 30 ആണെങ്കിലോ അന്നും ഇൻഷാ അല്ലാഹ് സലാം പറയും. ഇന്ന് ഉസ്താദുമാരൊക്കെ അവരുടെ മിമ്പറുകളിൽ നിന്നും ലോകത്തിലെ എല്ലാ പള്ളികളിലെയും മിമ്പറുകളിൽ നിന്നും ഇന്ന് ഖത്തീബുമാര് തേങ്ങലോടുകൂടി വലിയ പ്രയാസത്തോടെ, സങ്കടത്തോടെ, ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റമദാൻ അല്ലെ, നമ്മുടെ ഊണിലും ഉറക്കത്തിലും തഹജ്ജുദിലും തറാവീഹിലും വിത്റിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. രാത്രിയിലും പകലിലും നമ്മുടെ ഒരു കൂട്ടുകാരനായി റമദാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ റമദാനെ നമ്മൾ ഒരുപാട് ബഹുമാനിച്ചു, ആദരിച്ചു അല്ലെ.
അപ്പോൾ ആ റമദാൻ നമ്മളോട് വിട പറഞ്ഞു പോവുകയാണ്. ഇനി 11 മാസം കഴിഞ്ഞേ വരൂ. ആ മാസം കഴിഞ്ഞ് വരുമ്പോൾ റമദാൻ ഏതായാലും വരും. ആ റമദാനിനെ സ്വീകരിക്കാൻ പാവപ്പെട്ട നമ്മളുണ്ടാകുമോ? ഞാനുണ്ടോ? നിങ്ങളുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ റമദാനിനെ സ്വീകരിക്കാൻ പറ്റുമോ? ഒന്നും ഒരു പിടിയുമില്ല. അള്ളാഹുവേ, ഈ റമദാൻ ഞങ്ങളുടെ അവസാനത്തെ റമദാൻ ആക്കല്ലേ റബ്ബേ. അള്ളാഹുവേ, ഇനിയും ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ റമദാൻ മാസം നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം ഖത്തീമുമാർ എങ്ങനെയാണ് സലാം പറയുന്നതെന്നറിയോ? വിറക്കുന്ന ചുണ്ടുകളോടുകൂടി ഉസ്താദുമാര്, ഖത്തീബുമാര് ആ മിമ്പറിൽ നിന്നിട്ട് ഇങ്ങനെ സലാം പറയും. വിശുദ്ധമായ റമദാൻ, ആദ്യം വിശുദ്ധമായ റമദാൻ വന്നതിൻ്റെ കാര്യങ്ങൾ പറയും, റമദാനിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയും. എന്നിട്ട് പിന്നെ അവസാനം അവർ ഇങ്ങനെ പറയും, ഷഹറുൽ അഫ്വി വൽ ഗുഫ്റാൻ വശഹറുർ റഹ്മതി വർ-റിദ്വാൻ. പരിശുദ്ധമായ റമദാൻ മാസം അതെന്തിന്റെ മാസമാണ്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും തൃപ്തി നമുക്ക് വാങ്ങിത്തന്ന മാസമാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും കരുണ വാങ്ങിത്തന്ന മാസമാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് മാപ്പിനെയും നമുക്ക് പാപമോചനവും വാങ്ങിത്തന്ന മാസമാണ്. വശഹുറുൽ ബറക്കതി വൽ ഇഹ്സാൻ. ഈ വിശുദ്ധമായ റമദാൻ ഉണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ബറക്കത്തായി വന്ന മാസമാണ്, നന്മയായി വന്ന മാസമാണ്. എന്നിട്ട് ഉസ്താദുമാരൊക്കെ ഒരു സലാം പറച്ചിലുണ്ട്. ഉമ്മച്ചിമാരെ, നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഖത്തീബുമാര് പറയുന്നു, ഈ വിശുദ്ധമായ റമദാനിനെ സലാം പറഞ്ഞിട്ടാണ് അവർ യാത്രയാക്കുന്നത്. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. റമദാൻ മാസമേ നിനക്ക് സലാം. അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും റമദാൻ മാസമേ നിനക്കുണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മതി വർ-റിദ്വാൻ. ഓ റമദാൻ മാസമേ, എങ്ങനെയുള്ള റമദാൻ മാസമാണ്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തൃപ്തിയായി വന്ന, അതുപോലെ തന്നെ നമുക്ക് റഹ്മത്തായി വന്ന, റഹ്മത്തുമായി വന്ന റഹ്മത്തായ റമദാൻ മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും മാപ്പിനെ ഞങ്ങൾക്ക് വാങ്ങിത്തന്ന, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഞങ്ങൾക്ക് പാപമോചനത്തെ വാങ്ങിത്തന്ന റമദാൻ മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ശഹ്റർ റഹ്മതി വൽ ഗുഫ്റാൻ. അസ്സലാമു അലൈക യാ ശഹ്റൽ ഖൈറാതി വതിലാവത്തിൽ ഖുർആൻ. അസ്സലാമു അലൈക യാ സ്വദഖതി വസ്സിയാം. തറാവീഹിന്റെ മാസമായിരുന്നു. തറാവീഹ് ഞങ്ങൾ നിസ്കരിച്ചു. തറാവീഹ് ഞങ്ങൾക്ക് തന്ന മാസമേ. ഖുർആൻ പാരായണത്തിന് ഒരുപാട് അവസരം തന്ന മാസമേ. നോമ്പ് പിടിക്കാൻ ഒരുപാട് അവസരം തന്ന മാസമേ. സ്വതക്ക ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ തന്ന മാസമേ. നിനക്ക് അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ശഹ്റൽ ബർക്കതി വൽ ഇഹ്സാൻ. അസ്സലാമു അലൈക യാ ശഹ്റൻ നൂരി വൽ മസ്വാബീഹ്. അസ്സലാമു അലൈക യാ ശഹ്റസ് സുറൂരി വത്തറാബീഹ്. അസ്സലാമു അലൈക യാ ശഹ്റൽ കുനൂസി വൽ മഫാതീഹ്. ഭയങ്കര കരച്ചിലായിരിക്കും. ഉസ്താദുമാർ ഇത് പറയുമ്പോൾ അവർ വിതുമ്പിപ്പോകും. ഇത് കേൾക്കുന്ന അവിടെ ഇരിക്കുന്ന ആബാലവൃദ്ധം സഹോദരന്മാരും അല്ലെ വിശ്വാസികളും അവരൊക്കെ നെഞ്ചുപൊട്ടിക്കരയും. അല്ലാഹുവേ, ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായ റമദാൻ ഇതാ പോവുകയാണല്ലോ. ഞങ്ങളൊക്കെ 2 മാസം റജബ് മാസം മുതലേ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്ത് ആ റമദാൻ ഞങ്ങളിലേക്ക് വന്ന് വേഗത്തിൽ പോവുകയാണല്ലോ. ഞങ്ങളെ കാത്തു നിൽക്കാതെ റമദാൻ പോവുകയാണല്ലോ. അല്ലാഹുവേ, ഈ റമദാൻ മാസത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മ ഇരട്ടി പ്രതിഫലം തരണേ അല്ലാ. അല്ലാഹുവേ, ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദറജകൾ ഉയർത്തണേ അല്ലാ എന്നൊക്കെ അവസാനം ദുആ ചെയ്തിട്ടാണ് ഉസ്താദുമാർ ആ മിമ്പറിൽ നിന്നും അവരുടെ ഖുതുബ കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളുമൊക്കെ വലിയ സങ്കടത്തിലാവണം, വലിയൊരു പ്രയാസവും ഉണ്ടാവണം. നമ്മുടെ കൂടെ ഉണ്ടായ റമദാൻ വിട പറഞ്ഞു പോവുകയാണ്. അടുത്ത പ്രാവശ്യം റമദാൻ വരുമ്പോൾ ഞാനുണ്ടോ, നിങ്ങളുണ്ടോ? ഞാനിങ്ങനെ ക്ലാസ് പറയാനുണ്ടോ? നിങ്ങളിൽ ആരുണ്ടാകും ഇങ്ങനെ കേൾക്കാൻ? കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ക്ലാസ് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ആ ക്ലാസ് കേട്ടവർ ഇന്നൊക്കെ ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറൊക്കെ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പഠിച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ.
അള്ളാഹുവെ പടച്ചവനെ റമദാനിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ചെറുതും വലുതുമൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്തായി എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ സലാമത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇന്നത്തെ സുന്നത്തായ കർമ്മങ്ങളൊന്നും ആരും മറന്നു പോവണ്ട. നേരത്തെ പള്ളിയിലേക്ക് എല്ലാവരും പോവുക. ഉമ്മമാർ കൃത്യമായ സമയത്ത് തന്നെ ളുഹർ നമസ്കാരം നിർവഹിക്കുക. അതിനു മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ മറന്നു പോവണ്ട. ഇനിയുള്ള ദിവസങ്ങളൊക്കെ വലിയ രൂപത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. കഴിഞ്ഞു പോയോന്നറിയില്ല. അല്ലാഹു തആല എന്നാണെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗ്ഗപ്രവേശനവും നരകമോചനവും തരട്ടെ. ആമീൻ യാ റഹ്മാർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.